കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വീണ്ടും രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ കളിത്തട്ടാവുകയാണോ? അദാനി ഗ്രൂപ്പിന്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ സംസ്ഥാനത്ത് പുതിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റിനാണ് തീകൊളുത്തിയിരിക്കുന്നത്. എന്നാൽ വിഴിഞ്ഞത്തെ ചൊല്ലിയുള്ള ഈ രാഷ്ട്രീയ പോര് കേരളത്തിന്റെ ഭാവിയെ തന്നെ ഇരുട്ടിലാക്കുമെന്ന ശക്തമായ മുന്നറിയിപ്പുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. SNDP യോഗത്തിന്റെ മുഖപത്രമായ യോഗനാഥം മുഖപ്രസംഗത്തിലൂടെ വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തുന്ന ചോദ്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾക്കു നേരെയാണ്. സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി മാത്രം വിഴിഞ്ഞം തുറമുഖത്തെ വീണ്ടും ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടരുതെന്ന് അദ്ദേഹം പ്രതിപക്ഷത്തോട് ആവശ്യപ്പെടുന്നു. ഒരു വലിയ ബിസിനസ് സംരംഭം എന്ന നിലയിൽ കരാറുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ലംഘനങ്ങൾ ഉണ്ടായാൽ അത് ചർച്ചകളിലൂടെ പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത്. തന്ത്രപരമായ നീക്കങ്ങളിലൂടെയും ആവശ്യമായ സമ്മർദ്ദങ്ങളിലൂടെയും കേരളത്തിന് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ എങ്ങനെ സാധിക്കുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിനുപകരം പദ്ധതിയെ തന്നെ നിർജീവമാക്കുന്ന തരത്തിലുള്ള കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത് സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾക്ക് ഒട്ടും നല്ലതല്ല. വിഴിഞ്ഞത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ രാഷ്ട്രീയ വിയോജിപ്പുകൾ നിലനിൽക്കുമ്പോൾ തന്നെ ഇടതു വലതു മുന്നണികൾ ഒന്നിച്ചു നിന്ന ഒരു പാരമ്പര്യം നമുക്ക് കാണാൻ സാധിക്കും. മുൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെയും പിണറായി വിജയൻ സർക്കാരിന്റെയും ശക്തമായ നിലപാടുകളും തുടർച്ചയായ പ്രവർത്തനങ്ങളുമാണ് വിഴിഞ്ഞമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് കേരളത്തെ എത്തിച്ചത്. അത് മറന്നുകൊണ്ടുള്ള വാദപ്രതിവാദങ്ങൾ വികസനത്തെ പിന്നോട്ടടിക്കും. ഈ വിഷയത്തിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ സ്വീകരിച്ച നിലപാടിനെ വെള്ളാപ്പള്ളി നടേശൻ അഭിനന്ദിക്കുന്നുണ്ട്. വിഴിഞ്ഞത്തെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള വിവാദങ്ങൾ വളർത്തരുതെന്ന ജയരാജന്റെ പ്രസ്താവന തികച്ചും പക്വതയുള്ള ഒന്നാണെന്ന് വെള്ളാപ്പള്ളി വിലയിരുത്തുന്നു. അതേസമയം ഉയർന്നുവന്ന ആരോപണങ്ങളിൽ വിശ്വസനീയമായ അന്വേഷണം നടത്താൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്നും വീഴ്ചകൾ കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. കേരളത്തിന്റെ മുഖച്ഛായ മാറ്റാൻ ശേഷിയുള്ള അത്ഭുതകരമായ വികസന സാധ്യതയുള്ള ഒരു പദ്ധതിയാണിത്. ഈ പദ്ധതിയെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി തകർക്കാൻ ശ്രമിക്കുന്നത് പൊന്മുട്ടയിടുന്ന താറാവിനെ കഴുത്തുഞ്ഞിരിച്ച് കൊല്ലുന്നതിന് തുല്യമാണെന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെ കടുത്ത ഭാഷയിലുള്ള വിമർശനം. വിവാദങ്ങൾക്കപ്പുറത്ത് വികസനം എന്ന ലക്ഷ്യത്തിനായിരിക്കണം നമ്മൾ മുൻഗണന നൽകേണ്ടത്. വിഴിഞ്ഞത്തെ രാജ്യത്തെ ഒന്നാം നമ്പർ തുറമുഖമാക്കി മാറ്റാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ അതിന് ക്രിയാത്മകമായ പിന്തുണ നൽകാൻ പ്രതിപക്ഷ പാർട്ടികളും തയ്യാറാകേണ്ടതുണ്ട്. വിഴിഞ്ഞം തുറമുഖം ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ആശങ്കകൾക്ക് വസ്തുതാപരമായ മറുപടി നൽകുന്നതിനു പകരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കൺസഷൻ എഗ്രിമെന്റ് പ്രകാരം വിഴിഞ്ഞം പദ്ധതിയുടെ നടത്തിപ്പും പരിപാലനവും മാത്രമാണ് അദാനി ഗ്രൂപ്പിനുള്ളത്. തുറമുഖം പൂർണ്ണമായും കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലാണ്. നടത്തിപ്പ് കമ്പനിയിൽ സർക്കാർ ഓഹരി പങ്കാളിയല്ലെന്ന് വരുത്തി തീർത്ത് തടി തപ്പാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. തുറമുഖം കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുക്കാതെ സംരക്ഷിക്കുമെന്ന നിലപാട് പ്രഖ്യാപിക്കാൻ അദ്ദേഹം തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം കോൺക്ലേവിനെ ഓഹരി കൈമാറ്റവുമായി ബന്ധിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരാരോപണമാണ്. അദാനി ഗ്രൂപ്പിന്റെ ഓഹരി കൈമാറ്റം സംബന്ധിച്ച ഒരു ചർച്ചയും LDF സർക്കാരിന്റെ കാലത്ത് നടന്നിട്ടില്ലെന്ന് ഫയലുകൾ പരിശോധിച്ചാൽ വ്യക്തമാകും. കരാറിലെ 5.9 നിബന്ധന പ്രകാരം വിഴിഞ്ഞത്തിന് 250 കിലോമീറ്ററിനുള്ളിൽ മറ്റൊരു തുറമുഖത്ത് ഓഹരി പങ്കാളിത്തമുള്ള കമ്പനിക്ക് വിഴിഞ്ഞത്ത് ഓഹരി കൈമാറാൻ നിയമപരമായ തടസ്സങ്ങളുണ്ട്. തൂത്തുക്കുടി തുറമുഖത്ത് പൂർണ്ണ അവകാശമുള്ള MSC കമ്പനിയുമായുള്ള അദാനി ഗ്രൂപ്പിന്റെ നീക്കം കരാർ ലംഘനമാണെന്നും പിണറായി ചൂണ്ടിക്കാട്ടിയിരുന്നു. തുറമുഖത്തിന്റെ ഉടമസ്ഥാവകാശം പൂർണ്ണമായും സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമായതിനാൽ കരാർ ലംഘിച്ചുകൊണ്ട് അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾക്ക് ഓഹരി കൈമാറാൻ അദാനി ഗ്രൂപ്പ് നടത്തുന്ന നീക്കങ്ങളിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ദുരാരോപണങ്ങൾ ഉന്നയിക്കാതെ ഇതിന് വസ്തുതാപരമായ മറുപടിയും സുതാര്യതയും ഉറപ്പാക്കണമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് ഈ കത്തിലൂടെ ആവശ്യപ്പെട്ടത്.